നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി പരിശോധിക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഒക്കെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു. ഇനി നാളെ മുതൽ 3 ദിവസത്തേക്ക് സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ സഖാക്കന്മാർക്ക് ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഇവർക്ക് ഒരു കാലത്തും മനസ്സിലാവില്ല എങ്ങനെയാണ് ഇപ്പൊ ഈ 2 ദിവസത്തെ ചർച്ചയിൽ തലപുകഞ്ഞ് ആലോചിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം, പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് ഈ പാവങ്ങൾക്ക് മനസ്സിലായത്. പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് മണ്ഡലാടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച നടത്തണം. ഇനി ചർച്ച നടത്തണം, മണ്ഡലാടിസ്ഥാനത്തിൽ ചർച്ച നടത്തണം. എന്നിട്ട് എവിടേക്കാണോ കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെട്ടത് അവിടെ അന്വേഷണ കമ്മീഷനെ നിയമിക്കണം. ഇനി ഒരു അന്വേഷണ കമ്മീഷൻ വരും. ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന എന്താ പറയാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച നടത്തിയ ഒരു തീരുമാനത്തിലെത്തിയത്. ഈ പാർട്ടി ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. കാരണം വളരെ കൃത്യമായി നമ്മുടെ CPI വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും CPIക്കാണല്ലോ എപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ഒരു പരിധി വരെ തുറന്നു പറയാം. നേരത്തെ കാനൻ രാജേന്ദ്രൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് പേടിയായിരുന്നു പിണറായിയെ. അത് കഴിഞ്ഞ് കാനത്തിന് ശേഷം ബിനോയ് വിശ്വം വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ബിനോയ് വിശ്വം അത്യാവശ്യം കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടെ കാനത്തിന്റെ വഴിയെ തന്നെയാണ് ബിനോയും പോകുന്നത്. ബിനോയ് പറയുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു മന്ത്രിസഭയിൽ മാറ്റമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. കാരണം പിണറായിയെ പേടിയാണ്. പിണറായി എന്ന് പറയുന്ന മനുഷ്യനെ കേരളത്തിൽ CPM-ന്റെ എന്താ പറയാ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന പിണറായിയെ എന്ന് പിടിച്ചു മാറ്റും അന്ന് CPM കേരളത്തിൽ രക്ഷപ്പെടും. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ഇത് കേരളത്തിൽ അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഈ മനുഷ്യന്റെ ധാർഷ്ട്യം, ഈ മനുഷ്യന്റെ അഴിമതി, ഈ മനുഷ്യന്റെ വാക്കുകൾ, ഇത് മുഴുവനും ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം CPI ജില്ലാ കൗൺസില് വളരെ ധീരമായി പറഞ്ഞു, മുഖ്യമന്ത്രി മാറണം, ഇയാൾ മാറി നിൽക്കണം. ഇയാൾ ആര്? മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ചർച്ചയിൽ നമ്മുടെ ഉമേഷ് ബാബു പറഞ്ഞ കാര്യം, ഉമേഷ് ബാബു പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയാണ്, ചെഷസ്ക്യൂവിനെക്കാളും ഒക്കെ അങ്ങേ പുറത്തുള്ള ഏകാധിപതിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ കഴിഞ്ഞ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ കൺമുന്നിൽ കണ്ടതല്ലേ. പക്ഷെ നമ്മൾ ശീലമായി പോയി. ഈ മനുഷ്യൻ എന്തൊക്കെ തോന്നിവാസം ചെയ്താലും, എന്തൊക്കെ വൃത്തികേട് ചെയ്താലും, എന്തൊക്കെ പരനാറി എന്നൊക്കെ പിണറായി വിജയന് മാത്രം വിളിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പരനാറി, നികൃഷ്ട ജീവി. ഏറ്റവും അവസാനം സ്വന്തം പാളയത്തിലുള്ള സ്വന്തം തെറ്റുകളെ, അതായത് ഇടതുപക്ഷം എന്ത് വൃത്തികേട് ചെയ്താലും അതിലൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗീവർഗീസ് മാർ കൂറിലോസ് തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞപ്പോൾ, പാർട്ടിക്ക് പറ്റിയ തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞപ്പോൾ, അതായത് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ മാർ കൂറിലോസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ വിനയപൂർവ്വം അതൊക്കെ ഒന്ന് അംഗീകരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പരിശോധിക്കാമെന്ന് പറയുന്നതിന് പകരം പിണറായി ചെയ്തത് വിവരദോഷി എന്ന് വിളിക്കുകയായിരുന്നു. ഈ മനുഷ്യന് ലോകത്താകെ ഞാനും മോളും മാത്രം മതി, അല്ലെങ്കിൽ ഞാനും മോളും മരുമോനും മാത്രം മതി എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു മനസ്സിനുടമയാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് ഇനി പറയാതിരിക്കാൻ വയ്യ. ഈ മനുഷ്യൻ ഈ പാർട്ടി നശിപ്പിക്കും. കാരണം കമ്മ്യൂണിസത്തെ അല്ലെങ്കിൽ മാർക്സിസത്തെ മനസ്സിലിട്ട് ആരാധിക്കുന്ന, ജീവിത വ്രതമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് മനുഷ്യരുള്ള നാടാണ് കേരളം. ആ മനുഷ്യരെയാണ് ഈ മനുഷ്യൻ കുരുതി കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു അടി കൊള്ളുമ്പോൾ കണ്ണു തുറക്കേണ്ടതല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഈ തോറ്റമ്പുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പാർട്ടിയുടെ കേഡറ്റുകളുടെ വോട്ടുകൾ പോലും ചോർന്നു. കോൺഗ്രസിലേക്കും BJP-യിലേക്കും ഒക്കെ ഒഴുകി. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു കനൽത്തരി ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഒരു കനൽത്തരി മതി ആളി കത്തിക്കാൻ എന്നൊക്കെ ഇവർക്ക് മേനി പറയാം. രാധാകൃഷ്ണൻ ജയിച്ചത് എങ്ങനെയാണെന്ന് രാധാകൃഷ്ണനോട് തന്നെ അറിയാം. നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ ആലത്തൂരിൽ ജയിച്ചത്, രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വളരെ സാത്വികനായ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് ഇപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന വളരെ പരിമിതമായ, വളരെ കുറഞ്ഞ ആളുകൾക്കിടയിൽ പെട്ട ഒരാളാണ് മന്ത്രി രാധാകൃഷ്ണൻ. രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം കൊണ്ടൊന്നും അല്ല ജയിച്ചത്. ഈ മനുഷ്യൻ ഇവിടെ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ കൊണ്ട് ഏത് മനുഷ്യരാണ് വോട്ട് ചെയ്യുക? അവിടെ രമ്യ ഹരിദാസിനെതിരായ കോൺഗ്രസിലെ പാളയത്തിൽ പടയുണ്ടായിരുന്നു. രമ്യയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ
കോൺഗ്രസ്സുകാരാണല്ലോ, കോൺഗ്രസ്സുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചു വോട്ട് കുത്തുക അല്ലെങ്കിൽ കൂടെയുള്ളവരെ കാലുവാരുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു സ്ഥിര സ്വഭാവമാണ്. ആലത്തൂർ അത് വളരെ പ്രകടമായി സംഭവിച്ചു. അത് ഇടതുപക്ഷത്തിന്റെ ഒരു കനൽത്തരിയെ സൃഷ്ടിച്ചു നമുക്ക് പറയാം. ഞാൻ അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് തെറ്റ് തിരുത്തലിന് വേണ്ടിയിട്ടാണ് അത്ര ഈ 5 ദിവസത്തെ യോഗം നടക്കുന്നത്. ഇവരൊരു തെറ്റും തിരുത്തില്ല നമുക്കറിയാം. കാരണം എല്ലാവർക്കും പേടിയാണ്, പിണറായി വിജയനെ പേടിയാണ്. ഉമേഷ് ബാബു പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വന്നത്. ഉമേഷ് ബാബു പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി, ചെഷസ്ക്യൂവിനൊക്കെ തോൽപ്പിക്കുന്ന ഏകാധിപതി ഇദ്ദേഹം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മന്ത്രിമാരെയും കൊണ്ട് തന്റെ മന്ത്രിസഭയെയും കൊണ്ട് സഞ്ചരിക്കുകയും ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ച അല്ലെങ്കിൽ കരിങ്കൊടി വീശിയ എതിർപക്ഷത്തുള്ള ആൾക്കാരെ അവരക്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. കരിങ്കൊടി വീശി പ്രതിഷേധം പ്രകടിപ്പിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചോടിച്ചുകൊണ്ട് പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തന്റെ കൂടെയുള്ള ഗുണ്ടാപ്പടകളെ കൊണ്ട് അടിച്ചോടിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും ഒരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകൾ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ വളരെ അതിക്രൂരമായ രീതിയിൽ തന്റെ എതിർ ശബ്ദങ്ങളെ മുഴുവനും തച്ചുടച്ചുകൊണ്ട് നടത്തിയ ഒരു അതിനീചമായ നിന്ദ്യമായ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ, നവകേരള യാത്ര. യഥാർത്ഥത്തിൽ ആ നവകേരള യാത്ര നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 1-2 സീറ്റൊക്കെ ചിലപ്പോൾ കിട്ടിയേനെ. അത്രയ്ക്കും മോശമായി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് കരിങ്കൊടി പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെ അടികൊണ്ട് പാവങ്ങള്, അതായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരുടെ സ്ഥിതി. നമ്മൾ കൺമുന്നിൽ കണ്ടതാണ്. എന്നിട്ടും ഈ മനുഷ്യൻ പറഞ്ഞത് എന്തായിരുന്നു? രക്ഷാപ്രവർത്തനം നടത്തി. അത് കേട്ട് കയ്യടിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനമാണ് അത്ര നടത്തിയത്. പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തന്റെ കൂടെയുള്ള ഗുണ്ടാപ്പടകളെ കൊണ്ട് തന്റെ കൂടെയുള്ള അംഗരക്ഷനെ കൊണ്ട് മുട്ടൻ വടിയെടുത്ത് തലമണ്ട അടിച്ച് പൊട്ടിച്ചപ്പോൾ അതും രക്ഷാപ്രവർത്തനം. ഇങ്ങനെ ഒരുപക്ഷെ ഒരു ഏകാധിപതിയും ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഇത്രയും തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് വളരെ സ്പഷ്ടല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരും വോട്ട് കൊടുക്കൂ? ഇവിടെ കഴിഞ്ഞ 6 മാസമായി ക്ഷേമ പെൻഷനുകൾ കിട്ടിയിട്ട് ശമ്പളം മുടങ്ങുന്നു. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ജനങ്ങളാകെ വൈഷമ്യം അനുഭവിക്കുമ്പോൾ ഇവിടെ ഏറ്റവും പുതിയ വാർത്ത കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ LSS USS സ്കോളർഷിപ്പ് ആലോചിച്ച് നോക്കണം. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കന്മാരായ കുട്ടികൾക്ക് അടുത്ത 3 വർഷത്തേക്ക് മാസം 1000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പദ്ധതി കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4ാം ക്ലാസ്സിലെ കുട്ടി LSS സ്കോളർഷിപ്പ് 1000 രൂപ 1500 രൂപ നമ്മുടെ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 3 വർഷത്തേക്ക് കൊടുക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷമായി ഈ തുക, ഈ 1000 രൂപ മിടുക്കന്മാരായ കുട്ടികൾക്ക് നൽകുന്ന ഒരു പദ്ധതി LSS USS സ്കോളർഷിപ്പ് നൽകുന്നത് പോലും കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഭരണകൂടം കൊടുക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ എന്തോ ഇവിടെ തേനൊടുക്കുന്നു പാലൊടുക്കുന്നു എന്നും പറഞ്ഞു കണ്ട് നടക്കുന്ന ഇവര് തോറ്റില്ലെങ്കിലല്ല അത്ഭുതമുള്ളൂ. എന്നിട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ഈ 5 ദിവസം എന്താണ് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നറിയാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറിയിലോ സംസ്ഥാന സമിതിയിലുള്ള ഏതെങ്കിലും ഒരാൾ ഇയാൾക്കെതിരെ വിരൽ ചൂണ്ടുപോയി ഇയാളാണ് കാരണം, ഇതിനൊക്കെ കാരണം ഈ ഒറ്റ മനുഷ്യനാണ്, ഇയാളെ പിടിച്ച് മാറ്റിയാൽ ഈ പാർട്ടി രക്ഷപ്പെടും, ഈ സംസ്ഥാനം രക്ഷപ്പെടും. അതിനുള്ള ചങ്കുറപ്പ്, അതിനുള്ള ധൈര്യം ഒരാൾക്ക് പോലുമില്ല. ഇതൊക്കെ പ്രഹസനമാണ്. നേരത്തെ പറഞ്ഞ പോലെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് അന്വേഷണ കമ്മീഷൻ നിയമിക്കും, അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് അവസാനം കണ്ടെത്തും. അവസാനം നേരത്തെ തന്നെ നമ്മുടെ ഒരു ജില്ലാ സെക്രട്ടറി കണ്ടെത്തിയല്ലോ. ഇതിനൊക്കെ കാരണം അതായത് CPM വോട്ട് പറയാൻ കാരണം മറ്റേ പോരാളി ഷാജിയാണ്, അല്ലെങ്കിൽ മറ്റ് സൈബർ കടന്നലുകളാണ്. അവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ഈ കാര്യം പറയാനുള്ള ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ ശക്തിധരന്റെ ഏറ്റവും പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നമ്മുടെ തോമസ് ഐസക് ഈ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞ 3-4 ദിവസം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് തോമസ് ഐസക് ധൈര്യമായിട്ട് പറഞ്ഞത്. അതായത് പാർട്ടി അതിഭീകരമായ വോട്ട് ചോർച്ചയുണ്ടായി, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഭരണകൂടം ചെയ്തത്, തെറ്റ് തിരുത്തണം, ജനങ്ങളെ കേൾക്കണം, വോട്ടർമാരെ കേൾക്കണം, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങൾക്ക് ഡോക്ടർ തോമസ് ഐസക് പച്ച മലയാളത്തിൽ തുറന്നു പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാവേണ്ടതാണ്. പക്ഷെ തോമസ് ഐസക് ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ ശക്തിധരൻ പറയുന്നു. തോമസ് ഐസക് പറയുന്നത് നമ്മൾ ഏതർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ. നല്ല ആളാണ് പറയുന്നത്. അത് ശക്തിധരന്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾ കേൾക്കണം. ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. അതാണ് ഈ വീഡിയോ ചെയ്തത്. ശക്തിധരൻ പറയുന്നു,
തോമസ് ഐസക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്? അതിലേക്ക് കടക്കാം. പാർട്ടി ജനങ്ങളുടേതാണ് എന്ന ബോധ്യം വേണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ബുദ്ധിജീവി ഡോക്ടർ തോമസ് ഐസക് അങ്ങനെ പറയുമ്പോൾ എനിക്കത് ദഹിക്കുന്നില്ല. ശക്തിധരന്റെ കാര്യം ദഹിക്കുന്നില്ല. ഐസക് അത്ര നിഷ്കളങ്കനാണോ? ഈ പാർട്ടിയിൽ അന്യവർഗ ചിന്തകൾ കടത്തിവിട്ടതിൽ അദ്ദേഹത്തിനോളം പങ്ക് മറ്റെത്ര പേർക്കുണ്ട്? എന്ത് സ്വയം വിമർശനമാണ് ഈ ഐസക് നടത്തിയത്? ഐസക് പാർട്ടിയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയ, ശ്രദ്ധിക്കണം, താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും എത്ര പേർ അതിന് അർഹരായവരുണ്ട്? അതിൽ എത്ര പേർ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്? അവരൊക്കെ താങ്കളുടെ ചേലകളായി നിന്നുകൊണ്ട് എത്ര കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് അപഹരിക്കുന്നത്, ഇപ്പോഴും അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്? സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന നമ്മുടെയൊക്കെ ആരാധ്യനായ PG യെ രാജ്യസഭയുടെ പടി ചവിട്ടിക്കാൻ അനുവദിക്കില്ല എന്ന് ശാഠ്യം പിടിച്ചത് ആരായിരുന്നു? MN വിജയനെതിരെ ലേഖന പരമ്പര എഴുതിച്ചപ്പോ PG വിദൂഷക വേഷം കെട്ടാതിരുന്നതിന് നൽകിയ ശിക്ഷയായിരുന്നോ ഇത് എന്നാണ് ചോദിക്കുന്നത്. രാജ്യസഭയിൽ എത്തിക്കാൻ ഐസക് അന്ന് കണ്ടെത്തിയ, അതായത് PG യെ രാജ്യസഭയിൽ എത്തിക്കാതിരിക്കാൻ അന്ന് ഐസക് കണ്ടെത്തിയ മഹിളാരത്നം ആരായിരുന്നു? നാണമാകുന്നില്ലേ ഡോക്ടർ തോമസ് ഐസക് എന്നാണ് ചോദിക്കുന്നത്. ഖജനാവിൽ നിന്ന് കോടികൾ മാസപ്പടിയും ഔദ്യോഗിക വാഹനവും പത്രാസുകളും കൊടുത്ത് ഈ പറയുന്ന ആളുകളെയൊക്കെ പ്രീണിപ്പിക്കുന്നത് അവരെ മൂന്നാർ കാണിക്കാനുള്ള ആർത്തി കൊണ്ടാണോ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. മൂന്നാറിന്റെ പ്രയോഗം അറിയാലോ. ഡോക്ടർ തോമസ് ഐസക് ധാരാളം കഴിവുകളുള്ള ഒരു നേതാവ് തന്നെയാണ്, അതൊന്നും നമ്മൾ എതിർക്കുന്നില്ല. മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അഹന്തയുടെ ആൾരൂപം, സമസ്ത സുഖലോലുപതയുടെയും കുത്തൊഴുക്കിൽ അർമാദിക്കുന്നവൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ ഈ കയ്യിലിരിപ്പ്, ഇയാളുടെ ഈ കയ്യിലിരിപ്പ്? ഇതിനാണ് ക്വിഡ് പ്രോക്കോ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു കൊടുക്കൽ വാങ്ങൽ. MN വിജയനെ ഡോക്ടർ ഐസക്കിന് ഓർമ്മയുണ്ടോ? എന്താണ് അദ്ദേഹത്തോട് ഐസക് ചെയ്തത്? MN വിജയൻ പൂട്ടാൻ മറന്നുപോയ സ്വന്തം വീട്, ഓർമ്മിക്കണം, MN വിജയൻ പൂട്ടാൻ മറന്നുപോയ സ്വന്തം വീട് പൂട്ടി ഭദ്രമാക്കിയ പിണറായിക്ക് എത്ര പ്രിയങ്കരനായിരുന്നു എന്നറിയാം ഒരു കാലത്ത് MN വിജയൻ. ആ MN വിജയനുമായുള്ള ബന്ധം ഒരു അമേരിക്കൻ സായിപ്പിന്റെ കീശയുടെ കനം കണ്ട് മുറിച്ചു മാറ്റുന്നതിൽ ഡോക്ടർ ഐസക് വഹിച്ചൊരു പങ്കുണ്ടല്ലോ. അത് നമുക്കൊക്കെ അറിയാം. അത് എത്രയാണ് നമുക്കൊക്കെ അറിയാം. ഈ പാർട്ടി പത്രവും പാർട്ടി പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് MN വിജയനെതിരെ എത്ര ലേഖനങ്ങൾ, 80-ലേറെ ലേഖനങ്ങളാണ് ഈ പറയുന്ന ഐസക് എഴുതിച്ചത്. ആ കാളികൂളി സംഘത്തിനൊപ്പം നിൽക്കാത്തത് കൊണ്ടല്ലേ ഈ PG ഏറെ ആഗ്രഹിച്ചിരുന്ന രാജ്യസഭാംഗത്വം തട്ടിത്തെറിപ്പിച്ച് ഐസക് തന്റെ തോഴിക്ക് കൊടുത്തത്? വിജയൻ മാഷിനെതിരെ കൊടുത്ത മാനനഷ്ട കേസിന്റെ വിധി ഒരിക്കലെങ്കിലും വായിച്ചിട്ട് വേണം പാർട്ടി ജനങ്ങളുടേതാണ് എന്ന ബോധ്യം ഡോക്ടർ ഐസക്കിന് ഉണ്ടാവാൻ. അതല്ലേ അതിന്റെ ഒരു ശരി എന്നാണ് ജി ശക്തിധരൻ ചോദിക്കുന്നത്. ഞാൻ ശക്തിധരന്റെ പോസ്റ്റ് എടുത്തതേ കാരണം ഇന്ന് കേരളത്തില് CPM-നെ ഇത്രയും തീഷ്ണമായി, ഇത്രയും ശക്തമായി CPM-ന്റെ ഉള്ളിലുള്ള ഓരോ പുഴുക്കുത്തുകളെയും തുറന്നു കാട്ടി വിമർശിക്കാൻ ശക്തിധരനെ പോലെ മറ്റൊരാളില്ല. ഇതിപ്പോ ഏതാനും മണിക്കൂറുകൾ മാത്രമായിട്ടുള്ള ശക്തിധരൻ ഇത്രയും പോസ്റ്റ് ഇട്ടത്. നമുക്കൊക്കെ ആദ്യം വിചാരിക്കും തോമസ് ഐസക് ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോഴോ തോമസ് ഐസക് മഹാനായി പോയി. കാരണം അങ്ങനെ ഒരു പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഒരു തിരുത്തൽ ശക്തി രൂപപ്പെടുന്നുണ്ട്. ഇനി എന്തൊക്കെ തോമസ് ഐസക്കിനെതിരെ ഇപ്പോൾ ഈ ശക്തിധരൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നമുക്കൊക്കെ അറിയാം. ശരിയാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ തലമൂത്ത നേതാവുണ്ടല്ലോ, കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ പിഴുതെറിയാൻ ഈ പറയുന്ന ഐസക്കിന്റെ നേതൃത്വത്തിൽ, ഐസക്കിന്റെ പിന്നാലെ എന്ന് ഞാൻ പറയുന്നില്ല, ഐസക്കിനോടൊപ്പം തന്നെ ജി സുധാകരനുണ്ട്, കണ്ണൂരിൽ P ജയരാജനുണ്ട്, നിശബ്ദരായിരിക്കുന്ന പല ആൾക്കാരുണ്ട്, MA ബേബി ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരുമിക്കും. കാരണം ഇതൊരിക്കലും, ഞാൻ സത്യമാണ് പറയുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ രണ്ട് ഓപ്ഷനാണ് കേരളത്തിനുള്ളത്. ഒന്നുകിൽ പിണറായി വിജയനെ ഇതേപോലെ പേടിച്ച് പിണറായി വിജയനെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നാൽ സംഭവിക്കാൻ പോകുന്നത് 2026-ൽ പാർട്ടി ഇവിടെ അപ്രത്യക്ഷമാകും. കൂടുതൽ കാലമൊന്നും കാത്തിരിക്കണ്ട. പലരും പറയാറുണ്ട് ഒരു 10 വർഷം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞ്. എന്തിന് 10 വർഷം, എന്തിന് 15 വർഷം? ഈ അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിന് മുന്നോടിയായി വരാൻ പോകുന്ന നമ്മുടെ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ആദ്യത്തെ അലയൊലികൾ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. 2026-ൽ സംഭവിക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഈ പാർട്ടി നാമാവശേഷമാകാൻ പോകുന്നു. ബംഗാൾ നമുക്കറിയാം. ബംഗാളിൽ എന്താ സംഭവിച്ചതെന്ന്. ബുദ്ധദേവ് ഭട്ടാചാര്യ ഇതേപോലെയായിരുന്നല്ലോ കൊണ്ട് നടന്നിരുന്നത്. അദ്ദേഹത്തിനെതിരെ മറുവാക്ക് പറയാൻ ഒരു ധൈര്യപ്പെടാത്ത ആൾക്കാർ. അതുപോലെയാണ് ഇപ്പോൾ ഈ കാരണഭൂതനെതിരെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ ധൈര്യപ്പെടാത്ത ആൾക്കാർ. ഇവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ അവസാനം. ഇത് രക്ഷപ്പെടണമെങ്കിൽ ഐസക് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജി സുധാകരൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ P ജയരാജൻ പറഞ്ഞ പോലെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തണം.
ഈ കുറിപ്പിൽ തന്നെ ജി ശക്തിധരൻ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. ശക്തിധരൻ പറഞ്ഞത് ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടി ഇപ്പോഴും മനസ്സിലിട്ട് ഓമനിക്കുന്ന ഒരുപാട് ആൾക്കാർ, ജീവശ്വാസം പോലെ, പ്രാണവായു പോലെ പാർട്ടിയെ കൊണ്ടു നടക്കുന്ന ലക്ഷങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ പ്രത്യാശയാണ് ഈ പാർട്ടി. പിണറായി വിജയൻ സ്വന്തം മോക്ക് വേണ്ടിയിട്ട്, സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം മരുമോന് വേണ്ടി ഈ പാർട്ടിയെ നശിപ്പിക്കരുത്. അത്രയാണ് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ശക്തിധരൻ ഐസക്കിനെ തുറന്നു കീറി തേച്ചൊട്ടിച്ചു എന്നുള്ള ഒക്കെ ശരി തന്നെ. പക്ഷെ അതിനപ്പുറം ഞാൻ കാണുന്നത്, വഴിപിഴച്ചു പോയ ആൾക്കാരും തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി മുന്നേറാനോ ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഐസക്കിന് എന്തൊക്കെ തെറ്റുകൾ പറ്റിയാലും ഐസക്ക് ഇപ്പോഴെടുത്ത് നിലപാടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഐസക്കിന് ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത് തോറ്റുപോയതാണ്. പത്തനംതിട്ടയിലെ ഏറ്റവും ദയനീയമായ തോൽവിയായിരുന്നല്ലോ. അങ്ങനെ ഐസക് എപ്പോഴെടുത്ത നിലപാട്, തെറ്റുകൾ തിരുത്തണം, ജനങ്ങളെ കേൾക്കണം. ജനങ്ങളുടെ ഈ സൈബർ സഖാക്കൾ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സൈബർ കടന്നലുകൾ പ്രതികരിക്കേണ്ടത് പാർട്ടിക്കാരോടല്ല, നിഷ്പക്ഷതായ ജനങ്ങളോടാണ്. കാരണം ജനങ്ങളെയാണ് അവർ അഭിസംബോധന ചെയ്യേണ്ടത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കാണണം, അവരുടെ പരിദേവനങ്ങൾ കേൾക്കണം. എങ്കിലൊക്കെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ പിണറായി വിജയൻ പറയുന്ന പോലെ ഒരു തെറ്റും പറ്റിയിട്ടില്ല, അതിൽ തന്നെ മുൻകൂർ ജാമ്യം എടുത്തല്ലോ നിയമസഭയിൽ. വി.ഡി. സതീശനോടും കെ സുധാകരനൊക്കെ മുഖത്ത് നോക്കിക്കൊണ്ട് എന്നെ രാജിവെപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട എന്നാണ് പറഞ്ഞത്. എന്നെ രാജിവെപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട പറഞ്ഞത് വി.ഡി. സതീശനോടും അല്ലെങ്കിൽ കെ സുധാകരനോടും ആണെന്ന് നമ്മളൊന്നും തെറ്റിദ്ധരിക്കേണ്ട. പറഞ്ഞത് ഇവിടുത്തെ മറ്റ് പാർട്ടി അംഗങ്ങളോടാണ്. പിണറായിക്ക് അറിയാം പല കമ്മിറ്റികളും വരാനുണ്ട്. ഒരു കമ്മിറ്റിയിൽ ഒരംഗവും എന്റെ നേരെ കൈ ചൂണ്ടാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാവരുത്. അതിനുള്ളൊരു താക്കീതായിരുന്നു വി.ഡി. സതീശന്റെ പേര് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇനിയുള്ള ഈ 3 ദിവസം കൂടി പാർട്ടി സംസ്ഥാന സമിതി കൂടി കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് PB വീണ്ടും ചേരുന്നുണ്ട്. അടുത്ത എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനം PB ചേരുന്നുണ്ട്. PBയിൽ ആരാണ് പിണറായിക്കെതിരെ പറയാൻ? യെച്ചൂരിയാണ്, പ്രകാശ് കാരാട്ടാണ്. ഇവരൊക്കെ പിണറായിയുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു പ്രതീക്ഷയും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ പാർട്ടി തെറ്റു തിരുത്തുമോ? തെറ്റ് തിരുത്തണമെങ്കിൽ അങ്ങനെ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കണമല്ലോ. തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുമോ? തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്തുമോ എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ നന്നായിരുന്നു. ഈ ജി ശക്തിധരന്റെ ഈ പറയുന്ന ഐസക്കിന്റെ ഈ തുറന്നു പറച്ചിൽ നമ്മുടെ ശക്തിധരന് അത് ഫീൽ ചെയ്തത് കാരണം ശക്തിധരൻ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടാണ്. അപ്പൊ ശക്തിധരന്റെ ഈ പോസ്റ്റിനെ കുറിച്ച്, പിണറായിയുടെ ഈ നിലപാടിനെ കുറിച്ച്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഖാക്കളായ സുഹൃത്തുക്കൾ അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചാൽ നന്നായിരുന്നു. നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.